ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, ചേട്ടാ എല്ലാ പാക്കിംഗ് ഫുഡെല്ലാം കൊണ്ടുവന്നോ? കണ്ടു വന്നു ചെല്ലക്കുട്ടി. അങ്ങനെ ഹീറോയിന് ചേട്ടൻ അതിന് ഫുഡെല്ലാം കൊടുത്തു. ശരിടാ, അങ്ങനെ ഫുഡ് എല്ലാവരും ഫുഡ് കഴിച്ചു. ശരി, ഓക്കെ ചേട്ടാ, നമുക്ക് രണ്ടുപേർക്കാണ് ഫുഡ് കൊടുക്കുന്നത്. അതെ, നിങ്ങൾ ഫുഡ് കഴിച്ചോ, തന്നെ ഓർഡറെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ രണ്ടായിരുന്നു കഴിച്ചോ. മനസ്സിലായേ? അവിടെ ബാസ്ക്കറ്റ് കാണില്ലേ, അതിലിട്ടോ. ശരി, താങ്ക് യു ചേട്ടാ. ശരി, ഓക്കെ. അങ്ങനെ രണ്ടുപേരും റൂമിൽ പോയി. രണ്ട് ബെഡ്റൂമാണുള്ളത്. അർജുൻ പിന്നെ അർജുൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അങ്ങനെ റോസിൻ്റെ ചേട്ടനാണ് ഫ്രണ്ട്. അങ്ങനെ രണ്ടുപേരും 10 റൂമിൽ, 4 പേരും ഓരോ റൂമിൽ, രണ്ട് റൂം. അങ്ങനെ കിടന്ന് പറഞ്ഞ് രാവിലെ എടാ അർജുൻ, എടാ മച്ചാടാ, അനിയത്തി വിളിക്കണ്ടേ? എടീ എടീ ചെല്ലക്കുട്ടിമാരെ, എടീ ചേട്ടാ എണിക്ക. അങ്ങനെ എണിച്ച് അങ്ങനെ ഫ്രഷായിട്ട് അങ്ങനെ അവിടുന്ന് പാക്കപ്പ് ചെയ്ത് അവിടുന്ന് വന്നു. ശരി, ഓക്കെ. താക്കോൽ കൊടുത്ത് അവിടുന്ന് വന്നു. ഓക്കെ. ശരി, ഓക്കെ. അങ്ങനെ അവിടുന്ന് പ്ലേസിന് അവിടുന്ന് വന്നു. ശരി, ഓക്കെ. ചേട്ടാ എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞു. ഓക്കെ സിസ്റ്റർ. അതെ, ഓക്കെ ചേട്ടാ. ഇത് അങ്ങനെ അവിടെ ഒരാൾക്ക് മനസ്സിലായി ഇവിടെ ട്രാൻസ്ലേറ്റ്. അതെ, അവിടെ എല്ലാ ലാംഗ്വേജിൽ ഒരാളുണ്ടായിരുന്നു. ഓക്കെ ചേട്ടാ. ഓക്കെ ചേട്ടാ, കാണുമ്പോൾ രണ്ടുപേരും ഒരുമാതിരിയുണ്ട്. ഓക്കെ ബൈജി ബഹൻ ബഹൻ ദോസ് ബഹൻ അങ്ങനെ പറഞ്ഞ് അവരോട് മനസ്സിലാക്കി. നീ ഇങ്ങനെ പറഞ്ഞ് അവരോട് ഹിന്ദിയിൽ സംസാരിച്ച്. ശരി, ഓക്കെ, താങ്ക് യു സാർ. അങ്ങനെയായിട്ട് പറഞ്ഞു അവരോട് ഹിന്ദിയിൽ സംസാരിച്ച് വന്നു. ശരി, ഓക്കെ. ഫ്ലൈറ്റിൽ കയറണ്ടേ ചേട്ടാ? എത്ര മണിക്ക് ഫ്ലൈറ്റ് വരും? ഫ്ലൈറ്റ് ഇപ്പോൾ വരുമോ? 3 മണിക്ക് ഫ്ലൈറ്റ് ചേട്ടാ. പറയാം 3 മണിക്ക് ചേട്ടാ ഫ്ലൈറ്റ്. അതേടി ചെല്ലങ്കുട്ടിമാരെ, ഉറങ്ങായിരുന്നു, നൈറ്റായിരുന്നു. 3 മണിക്കാണ് ഫ്ലൈറ്റ്. അത് രാവിലെ അത് നൈറ്റാണ്. 3 മണിക്ക് അവിടെ നിന്ന് പോയത്. ചേട്ടാ അവിടെ ഇവിടെ കറങ്ങിയില്ല, ടയർഡായില്ല. 3 മണി. ശരി ചേട്ടാ. അവരെ ഇവിടുന്ന് പുറപ്പെട്ടു. ഫ്ലൈറ്റ് വന്നു. ഫ്ലൈറ്റിൽ രണ്ടുപേരും കിടന്നുറങ്ങി. കുട്ടികളെ ചേട്ടന്മാരെ ഓക്കെ, എന്താ ഫ്ലൈറ്റിൽ എല്ലാ ഫുഡും തരും, അത് നിങ്ങൾ കഴിച്ച് മിണ്ടാതെ കിടന്ന് ഉറങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലത്. അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് ഉറക്കി. ശരി, ഓക്കെ. അവർ രണ്ട് സംസാരിക്കാൻ തുടങ്ങി. ശരി, അവർ ഫ്ലൈറ്റിൽ ഉറങ്ങി. ഫ്ലൈറ്റ് ലാൻഡായി. അങ്ങനെ എല്ലാം ലാൻഡായി. അവർക്ക് എണിച്ച് അവർ രണ്ടുപേരും ഓക്കെ എണിച്ച്. ശരി, ഓക്കെ. അങ്ങനെ എനിക്കുമാരെ എണിച്ചോ? എണിച്ച് ചേട്ടാ. നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങി വന്നു. വാവ്, പ്ലേസ് സൂപ്പറായിട്ടുണ്ട് ചേട്ടാ. കുട്ടികൾക്ക് പിടിച്ചോ? പിടിച്ചു ചേട്ടാ. ശരി, ഓക്കെ ചേട്ടാ, നമ്മൾക്ക് ജോലിയുണ്ട്. ഓക്കെ ആണ് ചേട്ടാ. പ്ലേസ് സൂപ്പർ ചേട്ടാ. ശരി, ഓക്കെ, വാ. അങ്ങനെ ഹോട്ടൽ ഫുള്ളുണ്ടല്ലോ മച്ചാ. എടാ ഹോട്ടൽ ഫുള്ളുണ്ട്. ഹോട്ടൽ ഫുള്ളുണ്ട്. എടാ മച്ചാ, ഞാൻ ഒരാൾ ഹോട്ടൽ നോക്കി. ഇവിടെ നിറയെ ഹോട്ടൽ ബുക്കാണ് മച്ചാ. അർജുൻ, എടാ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ? അത് കുറച്ച് ഫേമസ് ആണ്. അത് അടുത്തുള്ളതാ. ഇതെവിടെയാണ്? ബാക്കിയുള്ള ഹോട്ടൽ ബുക്കില്ലടാ. ഇത് മാത്രം ബുക്കിംഗ് ഇല്ലടാ. ഇതിൽ കുറച്ച് പേരും ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ഈ ഹോട്ടൽ സെറ്റാ. അങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെടാ. നമ്മൾ അനിയത്തി അതെടാ ഫ്ലാറ്റ് പറഞ്ഞ 2 ബെഡ്റൂം ഉണ്ടിടാ, നോ പ്രോബ്ലം ഇടാ. ശരി, ഓക്കെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഫ്ലാറ്റ് എടുത്തു. അങ്ങനെ ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ തുടങ്ങി. എങ്ങനെയായിട്ട് റോസ് എണിച്ചു. ചേടി മച്ചേ രണ്ടടി രാവിലെ എണി. രാവിലെ ആയാ? ചേട്ടന്മാർ എവിടെ? വരൂടി. ചേട്ടാ. എന്ത് ചേക്കുട്ടി? ചേട്ടാ സാധനങ്ങളല്ല. ഓക്കെ, ഞങ്ങൾ ഷോപ്പിംഗ് പോവാം. ചേട്ടാ ഷോപ്പിംഗ് ഫുഡ് ഡെലിവറി എല്ലാം വന്നിരുന്നു. ഫുഡ് ഞങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഡെലിവറി വന്നിട്ടുണ്ട്. ഫുഡ് നമുക്ക് കഴിക്കാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഷോപ്പിംഗ് പോകണം ചേട്ടാ, നമുക്ക് ഷോപ്പിംഗ് പോകണം ചേട്ടാ. അയ്യോ എൻ്റെ ചേട്ടൻകുട്ടി. ചേട്ടാ നിങ്ങളും കൂടെ വരുന്നു. അയ്യോ ശരി, ഓക്കെ അമ്മ. അങ്ങനെയായിട്ട് 4 പേര് ഷോപ്പിംഗ് വന്നു. വാവ്, റോസ് പറയുന്നുണ്ടെങ്കിൽ ചേട്ടാ നീ എൻ്റെ കൂടെ വാ. ഇവർ രണ്ടുപേരും കൂടെ ഷോപ്പിംഗ്. ചേട്ടാ എനിക്കും കൂടെ വാ. ചേട്ടാ എനിക്ക് വേണം. ശരി, ഓക്കെ മച്ചി. ഞാൻ ഇത് ഫുഡ് നമ്മൾ രണ്ടുപേരും ഷോപ്പിംഗ്. നീ അവിടെ പോയി ഷോപ്പിംഗ് ചെയ്തോ മച്ചി. ശരി, ലിഫ്റ്റ് നീ തേടിക്കോ, ഞാൻ തരുന്ന ലിഫ്റ്റ്. ഓക്കെ മച്ചി. അങ്ങനെയായിട്ട് ബാക്കി സാധനങ്ങളെല്ലാം തേടുത്ത എല്ലാം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് കൊണ്ടിരിക്കും. മനസ്സിലായടി ചേട്ടാ? നിങ്ങൾ നോക്കിക്കോ. ശരി മാ. അങ്ങനെ ഫുഡ് നിറയെ സാധനങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവരാൻ പോടി. കോയിൻ്റേത് ഫിഷ് അതെല്ലാം ഞാൻ കൊണ്ടുവരാൻ പോകാം. അങ്ങനെയായിട്ട് റോസ് കൂടെ പോയി. നമുക്ക് പച്ചക്കറിയും ടൊമാറ്റോ തക്കാളി അതെല്ലാം മേങ്ങ. അങ്ങനെ പറഞ്ഞ് നിറയെ സാധനങ്ങൾ മേങ്ങ. മച്ചി ഞാൻ മിൽക്കും മേങ്ങിക്കൊണ്ടുവരാം. എല്ലാ പ്ലേസിലും മിൽക്ക് കവും. ഓക്കെ മനസ്സിലായില്ലേ ഏത് മിൽക്കണോ? അങ്ങനെ ഫുഡ് സാധനങ്ങൾ നിറയെ ഷോപ്പിംഗ് ചെയ്ത് തുടങ്ങി. അർജുൻ കോളിൽ സംസാരിക്കാൻ. ഹലോ. ഓക്കെടാ. എന്ത് പറ്റിയിട്ടാ? ശരി, ഓക്കെ. അർജുൻ സംസാരിക്കാനേ. അങ്ങനെ ഒരാൾ വന്ന് ഒരു
അവർ സാധനം എടുക്കാൻ പോയി. അപ്പോൾ അവരെ ഹാൻഡ് വന്നു. അതുവരെ ഒന്നുമില്ലായിരുന്നു അതിഷ്ടം. അത് ഹീറോയിൻ ടച്ച് ചെയ്യുമ്പോൾ അത് വന്ന് അത് ഓറഞ്ച് എടുക്കുമ്പോൾ കൈ ടച്ചായി. അത് ഓറഞ്ച് അതാണ് വെട്ടി അതൊരു ഉണ്ടായിരുന്നു. അതെടുക്കുമ്പോൾ അതിന് ടച്ചായി. ഓറഞ്ച് മാത്രമല്ല സ്ട്രോബെറി ടച്ച് ചെയ്തതും കൈയൊക്കെ വീണ്ടും സ്ട്രോബെറിക്ക് കൈ വെച്ചു. തീർന്നു നോക്കി യഥാർത്ഥ ഫുള്ള് മാസ്ക് ഇട്ടിരുന്നു. സോറി സാർ അങ്ങനെയായിട്ട് പിന്നെ ഒരു പെട്ടിയിട്ട് അതെടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ നിന്ന് സെറ്റ് അങ്ങനെ നോക്കാതെ ചെകിനെടുക്കുന്നത് ഷോക്കായിരുന്നു. ടച്ചായി ഒരു ഫീലായിരുന്നു അതാളും അങ്ങനെ നോക്കി ശ്രദ്ധിക്കാന്നായിരുന്നു. അങ്ങനെ നിറയെ സാധനം എടുത്തു. അങ്ങനെ ഓക്കെ അതിനായിട്ട് വിളിച്ചുകൊണ്ട് പോയി. ഒരു വേള ഇവളെ ഹസ്ബൻഡ് ആയിട്ടിരിക്കുമോ എന്തോ തോന്നുന്നില്ലല്ലോ, രണ്ടുപേരും ഒരുമാതിരി ഉണ്ടല്ലോ. ഒന്നും കൺഫ്യൂസായ. അതെ എന്തോ പറ്റാറും ഒന്നുമില്ലടാ മച്ച, ഒന്നുമില്ലടാ അങ്ങനെ ആറും പറഞ്ഞു ഇവിടുന്ന് വന്നു. ഇങ്ങനെ ആറും സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഏട്ടാടാ മച്ച ഒന്നുമില്ലടാ ഒരു കുട്ടിയായിരുന്നു കണ്ടായിരുന്നു. അങ്ങനെ ആറാം സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങി. ശരിടാ കോമഡി ആയിരുന്നു. അങ്ങനെ ആറാം പറഞ്ഞു. അങ്ങനെ തുളുത്ത് മുളിച്ച് പോയില്ല, എന്നെ മുളിച്ച് നോക്കായിരുന്നു. അങ്ങനെ ആറാം സ്മൈൽ ചെയ്ത് വരാൻ തുടങ്ങി. അങ്ങനെ ആറും ശരി ഓക്കെ അങ്ങനെ കോഫി കുടിച്ച് വന്നപ്പോൾ അവിടെ ഒരു കുട്ടി കണ്ട് ഷോക്കായി. ആറും എന്താ ഈ കൊച്ചാ ആളായിട്ട് സ്മൈൽ ചെയ്ത് ഇങ്ങനെ കോഫി കുടിച്ചായിരുന്നു. അങ്ങനെ കുടിച്ച് ഇങ്ങനെ നിറയെ ഫോട്ടോസ് എല്ലാം എടുക്കായിരുന്നു. റോസ് വന്നു. റോസ് എന്താ പറ്റി? ശരി ഓക്കെ റോസ് പറയാൻ തുടങ്ങി. സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങി. അങ്ങനെ റോസ് ഇപ്പോൾ നമുക്കിങ്ങനെ റോസ് ഇങ്ങനെ ശ്രദ്ധിച്ചു. ആറമ്മങ്ങനെ ശ്രദ്ധിച്ചേ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഇറങ്ങി വന്നായിരുന്നു. ചെക്കൻ വന്നു. ഹലോ എക്സ്ക്യൂസ് മീ. ആറമ്മ ഉണ്ടായിരുന്നു. ആറമ്മ നോക്കാൻ തുടങ്ങി. നിങ്ങൾ സിംഗിളാണോ കമ്മിറ്റാണോ? അതെന്തിനാണ് കേൾക്കുന്നത്? അങ്ങനെ ഒരു റോസ് ചോദിക്കുന്നു ഇംഗ്ലീഷിൽ. ഒന്നും മുണ്ടിയില്ല. സ്മൈൽ ചെയ്ത് തുടങ്ങി. ഇവളെന്താടി പറയുന്നത്? നീ സിംഗിളാണ് കമ്മിറ്റാണോ? അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയായിട്ട് പ്ലീസ് ടോർച്ചർ ചെയ്തത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ കൈപിടിച്ചു. അങ്ങനെ അർജുൻ വന്നു. പളന്ന് ഒരു അടി വെച്ച്. എന്തടാ എൻ്റെ അനിയത്തി മേലെ പുറകെ നടക്കാം മനസ്സിലായോ? എൻ്റെ അനിയത്തിക്ക് ഓൾറെഡി മാരേജ് നടക്കാൻ പോകുന്നതാണ്. നീ പുറകെ നടക്കുന്നത് നിനക്ക് നല്ലത്.